അപ്പം നിങ്ങളെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ടൈം ബഗ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ടൈം ബഗ്സിൽ എങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നതെന്നൊരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റിയാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. കൂടുതലായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളെ മെസ്സേജൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടാറില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു വാവയുണ്ട്, അപ്പോൾ അവളെ നോക്കണം. അപ്പം അതിൻ്റെതായ തിരുത്തും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അതാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്നത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ബ്രേക്കിൽ ഇടാന്ന് വിചാരിച്ചു. പിന്നെ അതും നടന്നില്ല. അങ്ങനെ ഇന്ന് ഞാൻ അവളെ ഉറക്കാനായിട്ട് കിടത്തിയിട്ടാണ് ഇപ്പോൾ വന്ന് വീഡിയോ ഇടാനായിട്ട് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇൻട്രഡക്ഷൻ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എനിക്കൊന്നും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്നെ പോലുള്ള വീട്ടിലിങ്ങനെ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ചേച്ചിമാരും അമ്മമാരൊക്കെ ഇല്ലേ, അവർക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടും. അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവർ, പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതിൽ കൃത്യമായിട്ട് ഒരു ഓൺ റൂട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ 1-2-3 വർഷത്തോളമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ വെബ്സൈറ്റിൽ ടൈം ബഗ്സ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിളിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇഷ്ടംപോലെ സർവേസും കാര്യങ്ങൾ വരും. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഇത് എന്തായാലും നിങ്ങൾക്ക് ദിവസവും അതായത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. $5 ആകുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. $5 ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കണക്കനുസരിച്ചൊരു 430 രൂപ 480 അങ്ങനെ എന്തോ റേഞ്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏണിങ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫോണിൽ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാം. എല്ലാത്തിലും ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ കൂടുതൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ആഴ്ചയിൽ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു 500 രൂപയെങ്കിലും ഏണിങ് ചെയ്യാൻ പറ്റും. ഭയങ്കര ലക്ഷങ്ങൾ ഉണ്ടാക്കാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ലക്ഷങ്ങൾ വരാമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എനിക്കിപ്പം എറൗണ്ട് ഞാനിങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു 10-30,000 രൂപയോളം ഞാൻ ഇതിന് ഏണിങ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പറ്റിപ്പാണെന്ന്. പറ്റിപ്പും തട്ടിപ്പും ഫ്രോഡ് പരിപാടിയൊന്നുമല്ല, ഇത് ഒറിജിനലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണ്. നിങ്ങൾ അതേപോലെ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഏണിങ്സും കാര്യങ്ങളും കിട്ടുന്നതാണ്. വെട്ടം കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? വെട്ടം കുറവാണ് കാരണം ഇതിൻ്റെ ഫ്ലാഷ് ഓക്കെ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഗൂഗിൾ എടുത്തിട്ട് ടൈം ബഗ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ടൈം ബഗ്സ് എന്നടിക്കുമ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈനപ്പും കാണും ലോഗിനും കാണും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോഴത്തേക്ക് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു ജിമെയിൽ ഐ ഡിയും പിന്നെ അതിന് നിങ്ങൾക്ക് ടൈം ബഗ്സിലോട്ട് എന്തെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റാക്കി കൊടുക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിങ്ങളുടെ പേരടിച്ചിട്ട് 123# എന്നിട്ട് ഒരു പാസ്വേഡായി. അപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പാസ്വേഡ് ഇട്ടിട്ട് ഇത് ഓപ്പൺ ആക്കി എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് അതായത് നമ്മുടെ ഹോം പേജ്. അതിൻ്റെ അകത്ത് നമുക്ക് മറ്റുള്ളവർ ഏൺ ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ എൻ്റെ ഏണിങ്സും പിന്നെ ബോണസ് വാലറ്റ് അങ്ങനെ ഇങ്ങനെ കാണുന്നില്ലേ. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ 3 ഡോട്ട് ഞെക്കുമ്പോൾ ഡാഷ്ബോർഡ്, ഏണിങ്സ്, റെഫറൽ ഏണിങ്സ്, ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് കാണാം. അതിൽ പേയ്മെൻറ്റ് ഞെക്കുമ്പോൾ എൻ്റെ പേയ്മെൻറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കണ്ട. $6.33 അങ്ങനെ അതൊക്കെ പെയ്ഡാണ്. ഇതൊക്കെ ജൂണ് കണ്ടോ, മെയ് ജൂണ് ഒക്കെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ബാങ്ക് ട്രാൻസ്ഫറാണ് ഇതിൻ്റെ അകത്ത് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആയിട്ടുള്ളത് കാര്യങ്ങൾ നോക്കേണ്ടത്. സൈഡിൽ ഞെക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അടുത്തത് പിന്നെ ഇതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കാണുന്നില്ലേ. ആ സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് കൂടുതൽ സർവേ കിട്ടുന്നത് നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് വെച്ചോ. നിങ്ങൾ പ്ലേസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡൽഹി കൊടുത്താൽ മതി. എന്നിട്ട് ഡൽഹിയിൽ ഏതെങ്കിലും ഒരു ഇതും കൂടെ കൊടുക്കുക, ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കോഡും കൂടെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സർവേ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ തന്നെ കാണാവുന്നതാണ് ഗെയിംസ്, സർവേസ്, പിന്നെ ടാസ്ക് അങ്ങനെ ഇങ്ങനെ കൊടുത്തിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ടാസ്ക് ആദ്യം നോക്കാം.
ടാസ്കിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ കുറേ ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു ആപ്പ് അവർ കൊടുത്തിരിക്കുക, ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളിതാ ഇവിടെ ഇവർ പറയുന്ന അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ടാസ്ക് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് നിബന്ധനകൾ കാണും. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം അത് 1 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അപ്രൂവൽ ആയിട്ട് നമുക്ക് അവിടെ ക്രെഡിറ്റ് ആവും. അടുത്തത് സർവേ ഓപ്ഷനാണ്. ഈ സർവേ ഓപ്ഷനിൽ ഇഷ്ടം പോലെ സർവേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സർവേ ഒരു മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറാണ് പറഞ്ഞത്. അതായത് ഒരു 11:20, 12:20, 1:20, 2:20 അങ്ങനെ 1 മണിക്കൂറല്ലേ അതിൽ വരും. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സർവേ ചെയ്തിട്ടും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ സർവേസിൽ കൂടുതലും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ പ്രൊഡക്ട്സുകളൊക്കെ അങ്ങോട്ട് വരത്തില്ലേ, അപ്പം അതാണ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആഡ് ക്ലിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വരുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ അതിൻ്റെ അകത്തൊരു ഞെക്കുമ്പോഴത്തേക്ക് ഒരു 5 സെക്കൻഡ് ഒരു പരസ്യം കണ്ടാൽ ഇത്ര രൂപ ക്രെഡിറ്റ് ആവുമെന്നുണ്ട്. അപ്പം നിങ്ങൾ 5 സെക്കൻഡ് നോക്കിയിരിക്കുകയാണെങ്കിൽ 0.1 അങ്ങനെ ക്രെഡിറ്റ് ആവും. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ സർവേ നടക്കുന്നുണ്ടോ, 11 പോയിന്റ് ആണോ അത് പോയോ, അല്ലല്ല $26 കണ്ടില്ലേ. അപ്പം അങ്ങനത്തെ ഒരു സർവേ വരും. അപ്പം തന്നെ നിങ്ങൾക്കത് ഞെക്കാവുന്നതാണ്. പിന്നെ പുഷ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 2 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് $0.2 വെച്ച് കയറും. അത് ആദ്യം അതായത് നിങ്ങൾ കറക്റ്റിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുഷ് ക്ലിക്കിൽ $10, $5 വെച്ച് കയറും. എനിക്ക് ഇടയ്ക്ക് ഒരു ദിവസം $5 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു പ്രൈം സർവേ ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ സർവേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സർവേസ് ഒന്നും പെട്ടെന്ന് ക്വാളിഫൈ ആകത്തില്ല. അപ്പോൾ ഒരു സർവേ ഒരു 100 പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ക്വാളിഫൈ ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇടാം. നമ്മുടേത് ഇടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ UPI ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പേയ്മെന്റ് മെത്തേഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നീട് ഇതിൻ്റെ അകത്ത് ഓഫർ വാൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഓഫറുകൾ വരും. ഗെയിം കളിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ഓഫർ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര ഡോളർ വെച്ച് കയറുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടൈം ബക്സിന്റെ ഇതാണ് കേട്ടോ. ഓഫർ വാളിൽ ഗെയിംസിന്റെ സെക്ഷനാണ്. ഇതിൽ ഇതാണ്ട് ഈ റീച്ച് 100 മീറ്റർ, 300 മീറ്റർ, 3000 മീറ്റർ അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റേജുകൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $10, $11 വെച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നതും എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന ഒരു ഓപ്ഷനാണേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും സർവേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ സർവേ വന്നുകൊണ്ടിരിക്കും. കാരണം ഇടയ്ക്കെന്നില്ല ഞാൻ നല്ലതുപോലെ എനിക്ക് സർവേ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആവും. കാരണം അവർ നോക്കുന്ന ആള് നമ്മളായിരിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടാത്തത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് സർവേ എന്ത് ചെയ്താലും നിങ്ങൾ സ്പീഡിന് ചെയ്യാൻ പാടില്ല. സ്പീഡിന് ചെയ്താൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. നമ്മളിപ്പോൾ എന്തവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് നോക്കി എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഓപ്ഷൻസും അല്ലെങ്കിൽ ഓരോ ഉത്തരങ്ങളും നിങ്ങൾ കൊടുക്കാൻ. അപ്പം അത്രയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പിന്നെ ഇത് ജെന്യുവൻ ആയിട്ടുള്ളതാണ്. പിന്നെ മുകളിലൊരു മെസ്സേജ് ബോക്സ് കാണുന്നില്ലേ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ടൈം ബക്സിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിലും അപ്പം അറിയിക്കുന്നതാണ്. പിന്നെ ഇത് ലാഡറാണ്. ലാഡർ എന്ന് വെച്ചാൽ നമ്മളെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും കൂടെ എത്ര പേര് ഏൺ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കണ്ട ആൾക്കാർ ഇഷ്ടം പോലെ ഏൺ ചെയ്യുന്നുണ്ട്. എനിക്കിത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാറ്റ് റൂമിൽ ചെന്നാൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിങ് ചാറ്റ് റൂം ഉണ്ട്. അവരെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ അവർ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തരും. പിന്നീട് നിങ്ങൾ വീണ്ടും ഹോം പേജ് വന്നിട്ട് നിങ്ങൾ ഏണിങ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം എന്തൊക്കെ ഏൺ ചെയ്തു, ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആയി എന്നുള്ളത് കാണിക്കും. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അനലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എളുപ്പത്തിൽ സർവേ ഒക്കെ ചെയ്തിട്ട് തെറ്റുത്തരങ്ങൾ, അതായത് നിങ്ങൾ പല സർവേക്കും പല ആൻസറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ബാക്ക് കിട്ടും. അപ്പോൾ അതായത് നിങ്ങൾ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങളെ ഐഡിയിൽ നിന്ന് തന്നെ. അപ്പം അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസ നിങ്ങൾ തന്നെ തിരിച്ച് പിടിച്ചുകൊണ്ട് പോകുമെന്നാണ് ഞാൻ പറഞ്ഞേട്ടെ ഈ ഡാഷ്ബോർഡിൽ. അപ്പം അങ്ങനെ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഒരു $7 ആയിട്ട് കിടപ്പുണ്ട്. എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്നുള്ളൂ.
അതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. പിന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ഫോട്ടോ വിത്ത് പേപ്പർ. അതായത് നിങ്ങൾ ID പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അതിന് നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോയും പിടിച്ച് ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ ടൈം ബക്സ് എന്ന് എഴുതിയിട്ട് ഒരു സെൽഫി അയക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട്. അതായത് എന്താണ്, നിങ്ങളുടെ ഒരു ആധാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ ഒരു ഫോട്ടോ അയക്കുക. അതിൻ്റെ അകത്ത് തന്നെ അയക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ വെരിഫൈ ആയി എന്നിട്ട് പറഞ്ഞൊരു മെസ്സേജ് വരും. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സർവേ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുന്നതെന്നാണ്. അതായത് എനിക്കിപ്പോൾ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സർവേ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് സ്പീഡ് കുറച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇപ്പം സർവേ ഒന്നും വന്ന് നടക്കുന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് പതുക്കെ പതുക്കെ വേണം ചെയ്യാൻ. ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കറക്റ്റിന് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതായത് ഇപ്പം ഞാനിങ്ങനെ സ്പീഡ് കുറച്ചിട്ടല്ലേ ചെയ്യണം, അതേപോലെ നിങ്ങളും ചെയ്യാവൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ സർവേ നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഡാഷ്ബോർഡിൽ ഇത് അക്കൗണ്ട് തുടങ്ങുമല്ലോ, അക്കൗണ്ട് തുടങ്ങി ഡാഷ്ബോർഡിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സർവേ അതായത് ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന എന്ത് ആൻസർ ആണോ അത് നിങ്ങളിപ്പം 30 ക്വസ്റ്റ്യൻസ് ക്വാളിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ആ 30 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ആൻസർ ആണോ കൊടുക്കുന്നത് അതിനെ സംബന്ധിച്ചെടുത്തായിട്ട് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സർവേസ്. അതിന് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പം നിങ്ങളെ ജോലി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഞാൻ എങ്ങനെയാണ് കൊടുത്തത്, അപ്പൊ അത് എങ്ങനെയാണ് എനിക്ക് ക്യാഷ് എങ്ങനെയാണ് സർവേ വരുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങളൊരു പേപ്പറും ബുക്കും ഒക്കെ എടുത്തിട്ട് ഒന്ന് കുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോഴും ഞാൻ സർവേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നമുക്ക് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നത് പിന്നെ നമ്മൾ ഡാഷ്ബോർഡിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ടൈം ബക്സിൻ്റെ അക്കൗണ്ട് കയറിയിട്ട് ചെന്ന് നോക്കണം. കണ്ടോ, 12.00.2 ഡോളർ ക്രെഡിറ്റ് ആയി. അതായത് ഏകദേശം ഒരു 1000 രൂപയോളം എനിക്കിപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത സർവേ എനിക്ക് അപ്പം തന്നെ വന്നു. അപ്പോൾ ഇതേപോലെ ക്വാളിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾ ഞെക്കിയിട്ട് ഇങ്ങനെ സർവേ പതുക്കെ പതുക്കെ ചെയ്യാം. ഒരു സമയം എടുത്തിരുന്ന് ചെയ്യാം കേട്ടോ. 10-15 മിനിറ്റ് ഒക്കെ ഇരുന്നിരുന്ന് ചെയ്യാം. അപ്പോഴേ നമുക്ക് കറക്റ്റ് ക്രെഡിറ്റ് ആവത്തുള്ളൂ. നമ്മുടെ ആവശ്യമല്ലേ. ഓക്കെ, അപ്പം സർവേ ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് സർവേ എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് 30 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്താണ് ആൻസർ പറയുന്നത് ആ ആൻസർ ആയിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് സർവേസ് വരുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, സർവേ ഇപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അവർ ചോദിക്കും നിങ്ങളടുത്ത്. ഓക്കെ, അതിനകത്ത് അവർ നിങ്ങളടുത്ത് ചോദിക്കും നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇന്ത്യ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഡൽഹി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കോഡ് ചോദിക്കുക. അപ്പം നിങ്ങൾ ഡൽഹിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക. പിന്നെ നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ നോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർത്ത് എന്ന് കൊടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൂടുതൽ സർവീസ് വരുന്നത്. അപ്പം നിങ്ങൾ നോർത്ത് തന്നെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സർവീസ് പെട്ടെന്ന് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് നിങ്ങളുടെ കമ്പനി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് ചോദിക്കുക. അപ്പം ഇൻഫർമേഷൻ ടെക്നോളജി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊടുക്കുക. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് മാനേജറാണോ ഡയറക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സീനിയർ മാനേജർ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇൻഡസ്ട്രിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ 1 to 1000 കൊടുക്കുക. ഇപ്പം ഏത് സർവേ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചാലും 1 to 1000 കൊടുക്കാവൂ. അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഇത്ര വലിയൊരു കമ്പനിയിൽ ഇങ്ങനെ ഏൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൺ ഓഫ് ദ അബവ് മാത്രം കൊടുക്കുക. കാരണം ആരും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നേ കൊടുക്കാവൂ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ചോദിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടിക്കിട്ട് എടുക്കുക. പിന്നെ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾ മാസ വരുമാനം ചോദിക്കും. മാസ വരുമാനം ചോദിക്കുമ്പോൾ നിങ്ങൾ 35,000 മുകളിലോട്ടോ അല്ലെങ്കിൽ 35,000 കൊടുക്കുക. അതിനുശേഷം നിങ്ങളടുത്ത് വാർഷിക വരുമാനം അതായത് ആനുവൽ ഇൻകം ചോദിക്കും. അത് നിങ്ങളൊരു 4 ലക്ഷത്തി സംതിങ് 4 to 5 സംതിങ് ഉണ്ടല്ലോ. അപ്പം 4,09,000 സംതിങ് അങ്ങനെ കൊടുക്കുക. കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് ഫേക്കൊന്നും അല്ല. ഞാൻ ആദ്യം ഫേക്കെന്നാണ് വിചാരിച്ച ഫേക്കൊന്നും അല്ല. നോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഒരിക്കലും ടൈം വെച്ച് പൈസ നിങ്ങളടുത്ത് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കത്തില്ല. പൈസ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ അതിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചാറ്റ് അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഉണ്ട്. അവരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് നിങ്ങളെ പരാതികൾ കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് അവരത് പരിഹരിച്ച് തരും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഓരോ 2 മണിക്കൂറിലും പുഷ് ക്ലിക്ക് എന്നിട്ട് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളിങ്ങനെ ഓപ്ഷൻസ് എടുത്ത് വായിക്കാൻ അറിയാലോ, അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 ദിവസം അങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവും. അതിൽ പോയി പുഷ് ക്ലിക്ക് നിങ്ങൾ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആദ്യം പുഷ് ക്ലിക്ക് ചെയ്യുന്ന 10 പേർക്ക് അവർ $5 വെച്ച് കൊടുക്കും, $10 അങ്ങനെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രമേണ പൈസ കയറും. പിന്നെ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ അപ്ഡേറ്റഡും കാര്യങ്ങളും അവരുടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പൈസ 0.7 അങ്ങനെ വെച്ച് ക്രെഡിറ്റ് ആവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഏകദേശം ഞാൻ ഇതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ പൈസയൊക്കെ ഏൺ ചെയ്യുന്നതിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ കണ്ടുപോയാലല്ലേ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല സംശയങ്ങൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനിപ്പം ആ സംശയമുള്ള ഭാഗം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഏണിങ്സ് കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ വലിയ ഫ്രോഡ് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ടെസ്റ്റ് പൈലറ്റിൽ ഇതിൻ്റെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇതുവരെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ കറക്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളും അവർ ചെയ്തു തരുന്നതാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഏണിങ്സിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ജെന്യുവൻ ആയിട്ടുള്ളതും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതായിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.